So hello guys, my name is Nikhil. So നമ്മൾ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ്റെ ആദ്യത്തെ ടോപ്പിക് ദാറ്റ് ഈസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് ആ ടോപ്പിക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതിലെ എല്ലാ ഇക്വേഷൻസും അതിന് മുഴുവൻ കോൺസെപ്റ്റും ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് പഠിച്ചായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ്റെ അടുത്ത ടോപ്പിക് ദാറ്റ് ഈസ് ക്രോസ് പ്രൊഡക്റ്റ് ഈ ടോപ്പിക്കാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും വെക്ടേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, അതായത് വെക്ടർ അഡീഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം ഒത്തിരി ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്യും നമ്മൾ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയറിൽ വരുന്നൊരു ചാപ്റ്ററാണ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, അപ്പോൾ ആ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ പലപ്പോഴും വെക്ടേഴ്സ് ക്രോസ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ വരുന്ന മാഗ്നറ്റിസത്തിൻ്റെ ടോപ്പിക്ക് നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് കറൻറ്റ് EMI AC ആ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ വെക്ടർ ക്രോസ് ചെയ്യാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് റൊട്ടേഷനും മാഗ്നറ്റിസം ആ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുന്നതിന് മുന്നേ വെക്ടർ ക്രോസിങ് ദാറ്റ് ക്രോസ് പ്രൊഡക്റ്റ് വൃത്തിയായിട്ട് പഠിച്ച് ബേസ് ക്ലിയർ ചെയ്തിട്ട് വേണം ആ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ. ഓക്കെ, അതുകൊണ്ട് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചാൽ മതി. സോ എന്തായാലും നമുക്ക് നോക്കാം ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, സോ ക്രോസ് പ്രൊഡക്റ്റിന് വേറൊരു പേരാണ് എന്ത്, വെക്ടർ പ്രൊഡക്റ്റ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെറുതായിട്ട് പറഞ്ഞായിരുന്നല്ലോ അല്ലേ. ക്രോസ് പ്രൊഡക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെക്ടർ പ്രൊഡക്റ്റ് അല്ലേ. ഇതിന് റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരുന്നു, ദാറ്റ് ഈസ് എ വെക്ടർ എ ക്രോസ് വെക്ടർ ബി. അതുകൊണ്ട് അതിനെ നമ്മൾ ദാറ്റ് ഈസ് രണ്ട് വെക്ടേഴ്സ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു ക്രോസ് ഇട്ടാൽ മതി. അതുകൊണ്ട് അതിനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇനി ഇത് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവുമല്ലോ, ആ ആൻസർ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വെക്ടർ ആൻസർ ആണ് കിട്ടുന്നത്, അതുകൊണ്ട് അതിനെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. സോ ഇനി എ ക്രോസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എ ക്രോസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് AB സൈൻ തീറ്റയാണ്. ഓക്കെ, നമ്മൾ ഡോട്ടിൽ എങ്ങനെയായിരുന്നു, എ ഡോട്ട് ബി AB കോസ് തീറ്റ ആയിരുന്നു. ഇത് എ ക്രോസ് ബി ആകുമ്പോൾ AB സൈൻ തീറ്റയാണ്. അവിടെ കോസും ഇവിടെ സൈനും ആണ്. കാര്യം മനസ്സിലായാലോ. സോ എ ക്രോസ് ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടും, AB സൈൻ തീറ്റ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കറിയാം ക്രോസ് ചെയ്യുമ്പോൾ വെക്ടർ അല്ലേ കിട്ടുന്നത്, അപ്പോൾ ഇതിനൊരു ഡയറക്ഷൻ കൂടി കാണുമല്ലോ. അപ്പോൾ ഡയറക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ എഴുതിയാൽ മതി. യൂണിറ്റ് വെക്ടർ ദാറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ N അല്ലെങ്കിൽ N ക്യാപ്പ്. കാര്യം മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ ക്രോസ് ബി ദാറ്റ് ഈസ് AB സൈൻ തീറ്റ ഇൻറ്റു N ക്യാപ്പ്. മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ. അതിൽ എ എന്തുവാ, എ എന്ന് പറയുന്നത് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ് അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അതേ സെയിം സ്ഥലം തന്നെ. എ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആൻഡ് ബി ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഓക്കെ, പിന്നെ തീറ്റ എന്തുവാ, തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. സോറി, എ ക്രോസ് അല്ല, എ ആൻഡ് ബി. എ ബി തമ്മിൽ ആംഗിളാണ് തീറ്റ. AB മാഗ്നിറ്റ്യൂഡ്സ് ആണ്. പിന്നെ ഈ N ക്യാപ്പ്, ഈ N ക്യാപ്പ് എന്തോ, N ക്യാപ്പ് ഇസ് ദ യൂണിറ്റ് വെക്ടർ ഓർ ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡോട്ട് പഠിച്ചപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ മാത്രമാണ് പഠിച്ചത്. അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വെക്ടർ ആയതുകൊണ്ട് നമ്മൾ ഡയറക്ഷനും പഠിക്കണം മാഗ്നിറ്റ്യൂഡും പഠിക്കണം. ക്ലിയർ ആണല്ലോ. സോ ആദ്യമേ നമുക്ക് ഡയറക്ഷൻ പഠിക്കാം. സോ the direction of A cross B. A cross Bൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്, കോൾഡ് ആസ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, സോ റൈറ്റ് ഹാൻഡ് പാം റൂൾ വെച്ചിട്ടാണ് നമ്മൾ A cross Bൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ചില സ്ഥലത്ത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ് ഈ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, കാരണം റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള് അത് അപ്ലൈ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും ഇച്ചിരി പാടാണ്. അതുകൊണ്ട് അതിനേക്കാൾ കുറച്ച് ബെറ്റർ ആണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, കുറച്ചുകൂടി ഈസിയാണ്, അപ്ലൈ ചെയ്യാനും നല്ലതാണ്. ഓക്കെ, സോ അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് പാം റൂൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സ്ക്രൂ റൂൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ മതി. എന്തായാലും രണ്ടിടത്തും ആൻസർ സെയിം ആക്കുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം റൈറ്റ് ഹാൻഡ് പാം റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്യാമെന്ന് വിചാരിക്കും. എ ബി തമ്മിൽ ക്രോസ് ചെയ്യാണ്, A ക്രോസ് ബി ആണ്. അപ്പോൾ എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റ് C ആണെന്നിരിക്കട്ടെ. അപ്പോൾ Cൻ്റെ ഡയറക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്യുക. റൈറ്റ് ഹാൻഡിൻ്റെ പാം യൂസ് ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കിയാൽ, അതായത് അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് പാം റൂൾ ആദ്യത്തെ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ 4 ഫിംഗേഴ്സ് നമ്മൾ പോയിന്റ് ചെയ്യണം. അതായത് നമ്മുടെ ആദ്യത്തെ വെക്ടർ അങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് നമ്മൾ നമ്മൾ ഈ ഫിംഗേഴ്സ് നമ്മൾ ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഫിംഗേഴ്സ് നമ്മൾ ഹോൾഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ സെക്കൻഡ് വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം നമ്മുടെ പാം ഫേസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ തമ്പ് എങ്ങോട്ടാണോ ആ തമ്പായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ്
ഹോൾഡ് യുവർ ഫിംഗേഴ്സ് ഇൻ ദ ഫസ്റ്റ് വെക്ടർ ഡയറക്ഷൻ ആൻഡ് ദ സെക്കൻഡ് വെക്ടർ ഡയറക്ഷൻ വേണം. ദ പാം ഷുഡ് ബി ഫേസിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവർ സെക്കൻഡ് വെക്ടർ. അപ്പോൾ ഒരു തമ്പ് ആയിരിക്കും നമ്മുടെ മൂന്നാമത്തെ വെക്ടർ അല്ലെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഐപാഡിൽ പറയാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പേപ്പറിൽ ചെയ്ത് പഠിക്കാം. ഓക്കെ, പേപ്പറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് പേപ്പറിൽ നോക്കാം. ഓക്കെ, സോ നമുക്ക് എ ക്രോസ് ബീൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റൂളാണ് ഇത് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, സോ ഈസി ആണ്, ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എയും ബിയും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെക്ടറാണ് എ, സെക്കൻഡ് വെക്ടറാണ് ബി. ആ ഫസ്റ്റ് വെക്ടർ സെക്കൻഡ് വെക്ടർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്ടറാണ് ഈ സി എന്ന് ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ സീൻ്റെ ഡയറക്ഷനാണ് വേണ്ടത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ ഇത്രേ പറയുന്നുള്ളൂ. ഫസ്റ്റ് ഹോൾഡ് യുവർ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫസ്റ്റ് വെക്ടർ. അതായത് എ ആണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെക്ടർ എങ്കിൽ എ അങ്ങോട്ടാണ്, ആ ഡയറക്ഷനിലേക്ക് വേണം നമ്മുടെ 4 ഫിംഗേഴ്സില്ലേ, ആ 4 ഫിംഗേഴ്സ് ആ ഡയറക്ഷനിലേക്ക് വേണം. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് വെക്ടർ, അതായത് ബി ആണ് സെക്കൻഡ് വെക്ടർ എങ്കിൽ ബീൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ട് വേണം നമ്മുടെ പാം നോക്കാൻ, നമ്മുടെ പാം അങ്ങോട്ടേക്ക് വേണം തിരിക്കാൻ. മനസ്സിലായോ? അപ്പോൾ പാം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ബി റൈറ്റ്, ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് ബി എങ്കിൽ നമ്മുടെ പാം ആ ലെഫ്റ്റിലേക്ക് വേണം കാണിക്കാൻ. അതേസമയത്ത് നമ്മളിപ്പോൾ ബി ഇങ്ങോട്ടേക്കാന്ന് വിചാരിക്കും, റൈറ്റിലേക്കാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ പാം അതേ നോക്കിയോ അങ്ങോട്ടേക്കാക്കണ്ട. അപ്പോൾ നമ്മൾ ബി അങ്ങോട്ടാണ്, അങ്ങോട്ട് വേണം നമ്മൾ പാം നമ്മൾ കാണിക്കാൻ. മനസ്സിലായല്ലോ? ഇപ്പോൾ ബി മുകളിലേക്കാന്ന് വിചാരിക്കും, ഇപ്പോൾ ബി ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പാം അങ്ങനെ കാണിക്കും, അങ്ങോട്ട് കാണിക്കും. ബി താഴോട്ടാണെങ്കിൽ പാം ഇങ്ങനെ കാണിക്കും, താഴോട്ട് കാണിക്കും. കാര്യം മനസ്സിലായല്ലോ? സോ ഹോൾഡ് യുവർ ഫിംഗേഴ്സ് ഇൻ ദ ഫസ്റ്റ് ഡയറക്ഷൻ, ഫസ്റ്റ് വെക്ടർ ഡയറക്ഷൻ, ഹോൾഡ് യുവർ പാം ഇൻ ദ ഡയറക്ഷൻ ഓഫ് സെക്കൻഡ് വെക്ടർ. അപ്പോൾ തമ്പ് എങ്ങോട്ടാണോ ആ തമ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും റിസൾട്ടൻ്റ് അല്ലെങ്കിൽ സീൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ ഇത് നോക്കി എയുടെ ഡയറക്ഷൻ അങ്ങോട്ട്, എയുടെ ഡയറക്ഷൻ മുകളിലേക്ക് അല്ലേ. അപ്പോൾ അത് ഫിംഗേഴ്സ് അങ്ങോട്ടേക്ക് പിടിച്ചു. പക്ഷേ ബി അങ്ങോട്ടാന്ന് നോക്കിയാൽ ബി റൈറ്റിലേക്ക് അല്ലേ, ബി അങ്ങോട്ടേക്കാണ്. അപ്പോൾ പാം വേണം, പാം അങ്ങോട്ടേക്ക് വേണം നോക്കാൻ അല്ലേ. അപ്പോൾ പാം ഇതെങ്ങനെ തിരിച്ചാൽ പോരെ. അപ്പോൾ നോക്കിയേ 4 ഫിംഗേഴ്സ് എയുടെ ഡയറക്ഷനായി, എന്നാൽ പാം നമ്മുടെ ഇങ്ങോട്ടേക്കാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇതാണല്ലോ പാം, ഈ കൈ ആണല്ലോ, കൈപ്പത്തിയാണ് പാം അല്ലേ, അത് അങ്ങോട്ടേക്കായി. അപ്പോൾ നമ്മുടെ തമ്പ് എങ്ങോട്ടാന്ന് നോക്കിയേ, തമ്പ് എന്ന് പറയുന്നത് അകത്തോട്ടാണ് അല്ലേ, അകത്തോട്ടാണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ സീൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, ഈ കേസിൽ സീൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ദാറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയും. കണ്ടോ, ഇൻ ടു ദ പ്ലെയിൻ. അതായത് 2 ഡയറക്ഷൻ ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഇങ്ങനെ ക്രോസ് ഇട്ടാൽ അത് ഇൻ ടു ആണ്, അതേ സമയത്ത് ഇങ്ങനെ കുത്തിയിട്ടാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെന്ന് ഓർത്താൽ മതി. അതായത് നമുക്കിപ്പം ഇതാണ് എക്സ് ആക്സിസ്, ഇത് മൈനസ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് മൈനസ് വൈ ആക്സിസ്, എന്നിട്ട് മുകളിലേക്കല്ലേ ഇസഡ് ആക്സിസ്. അപ്പോൾ പ്ലസ് ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരും. ഇനി അകത്തോട്ടാണെങ്കിൽ എന്തോന്ന് വരും, മൈനസ് ഇസഡ് ആക്സിസ് വരും. അപ്പോൾ ഈ ക്രോസ് ഇട്ടാൽ നമ്മളതിന് പ്ലസ് ഇസഡ് ആക്സിസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, സോറി ഇൻവേർഡ് ആണല്ലേ, ഇൻ ടു ആണെങ്കിൽ ഇൻവേർഡ് ദ പ്ലെയിൻ ആണ്, അത് മൈനസ് ഇസഡ് ആക്സിസാണ്. അതേ സമയത്ത് കുത്തിട്ടാൽ അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഔട്ട്വേർഡ്സ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ സീൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അടുത്തത് നോക്കിയേ, ഇപ്പോൾ ഈ ഇക്വേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ എ ക്രോസ് ബി ചെയ്ത്, അപ്പോൾ ഫസ്റ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ നമ്മുടെ ഫിംഗേഴ്സ് ചെയ്തു. കണ്ടോ? അപ്പോൾ എ അങ്ങോട്ടേക്കല്ല, അപ്പോൾ ഫിംഗേഴ്സ് അങ്ങോട്ടേക്ക് പിടിച്ചു. ഇനി പാം എങ്ങോട്ടാ, ബി എന്ന് പറയുന്നത് മുകളിലേക്കാണ്. അപ്പോൾ പാം മുകളിലേക്ക് വേണം തിരിക്കാൻ. കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി. കണ്ടോ? അപ്പോൾ ഈ ഫിംഗേഴ്സ് നമ്മുടെ എയുടെ ഡയറക്ഷനിലായി, എന്നാൽ പാം എന്ന് പറയുന്നത് നോക്കിയാൽ ബിൻ്റെ ഡയറക്ഷനിലേക്കല്ലേ നോക്കുന്നത്. അപ്പോൾ തമ്പ് എങ്ങോട്ടാന്ന് നോക്കിയാൽ തമ്പ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ അല്ലേ. അപ്പോൾ ഈ കേസിൽ സീൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും കിട്ടിയത്. അവിടെയും ഇങ്ങനെയായിരുന്നു, അവിടെ ഇങ്ങനെയായിരുന്നു, ഇവിടെയും ഇങ്ങനെയാണ്. കാര്യം മനസ്സിലായല്ലോ? അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ എയുടെ ഡയറക്ഷന് മുകളിലേക്കാണ്, എന്നാൽ ബി ഇൻ ടു ദ പ്ലെയിൻ. കേട്ടോ, ബി അകത്തോട്ടാണ്. അപ്പോൾ എയുടെ ഡയറക്ഷൻ നമ്മുടെ ഫിംഗേഴ്സ് പിടിച്ചു, എന്നാൽ ബി അങ്ങോട്ടാണ്, ബി അകത്തോട്ടാണ്. അപ്പോൾ പാം നമ്മൾ അകത്തോട്ട് വേണം കാണിക്കാൻ അല്ലേ. അപ്പോൾ കണ്ടോ, അപ്പോൾ എ നമ്മൾ അങ്ങോട്ടേക്ക്, ഫിംഗേഴ്സ് നമ്മുടെ എയുടെ ഡയറക്ഷനിലേക്കായി, എന്നാൽ പാം അകത്തോട്ടായി. കണ്ടോ? അപ്പോൾ തമ്പ് എങ്ങോട്ടാന്ന് നോക്കി, തമ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ സീൻ്റെ ഡയറക്ഷൻ, എ ക്രോസ് ബിൻ്റെ ഡയറക്ഷൻ ഇവിടെ ലെഫ്റ്റിലേക്കായിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ സി അല്ലെങ്കിൽ എ ക്രോസ് ബി. അതുപോലെ ഇനി ഇത് ചെയ്ത് നോക്കിയേ, ഫോർത്ത് നോക്കിയേ. അപ്പോൾ ഫോർത്ത് എന്ന് പറയുമ്പോൾ എ ഇപ്പോൾ എങ്ങോട്ടാണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ. അപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് എ, എന്നാൽ ബി എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പോൾ ഫിംഗേഴ്സ് നമ്മുടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ പിടിച്ചു. കണ്ടോ? എന്നാൽ പാം താഴോട്ടായിരിക്കും, കാരണം ബി എന്ന് പറയുന്നത് താഴോട്ടാണ്. കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചു. കണ്ടോ? അപ്പോൾ എ എന്ന് പറയുന്നത് പുറത്തേക്കും, എന്നാൽ ബി എന്ന് പറയുന്നത് താഴോട്ട്. അപ്പോൾ തമ്പ് എങ്ങോട്ടാന്ന് നോക്കി, ഇങ്ങോട്ടല്ലേ വരുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? എ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ, കുത്തിട്ട ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ എ പുറത്തേക്ക്, എന്നാൽ ബി എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം പിടിക്കാൻ. അപ്പോൾ തമ്പ് ഇങ്ങോട്ടായിരിക്കും, റൈറ്റിലേക്കായിരിക്കും. സോ സീൻ്റെ ഡയറക്ഷൻ ഇവിടെ റൈറ്റ് ആണ്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എ ഇൻ ടു ദ പ്ലെയിൻ ആണ്.
എ എന്ന് പറയുന്നത് ഇൻറ്റു ഈ ക്രോസ് ഇട്ടാൽ അത് ഇൻറ്റു അല്ലേ, ഇൻറ്റു എന്ന് പറയുമ്പോൾ അകത്തോട്ട്, അതേസമയം ഡോട്ട് ഇട്ടാൽ അത് ഔട്ട്വേർഡ്സ് ആണ്. ഓക്കെ, സോ ദേ നോക്കിയേ, എ എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, എന്നാൽ ബി എന്ന് പറയുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പം എ നമ്മൾ ഇൻറ്റു പിടിക്കും, എന്നാൽ ബി എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും, അങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പം ബീൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എയുടെ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് പിടിച്ചു, പാമ നമ്മുടെ ഇങ്ങോട്ടേക്കാണ് അല്ലേ. അപ്പോൾ തമ്പ് എങ്ങോട്ടാന്ന് നോക്കിയാൽ താഴോട്ടല്ലേ നോക്കി. അപ്പോൾ സീൻ്റെ ഡയറക്ഷൻ വിൽ ബി താഴോട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, ഡൗൺവേർഡ്സ് ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ക്രോസ് ബി ചെയ്ത് ഇപ്പോൾ ഇവിടെ എ ഡോട്ട് ആയിട്ടേക്കുന്നത്. ഡോട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് കേട്ടോ. അപ്പോൾ എ ഔട്ട് ഓഫ് ദ പ്ലെയിന്, എന്നാൽ ബി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ വരത്തില്ലേ, ഇങ്ങനെ വരത്തില്ല നോക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഒന്ന് നോക്കി, എ എന്ന് പറയുന്നത് വെളിയിലേക്ക്, എന്നാൽ ബി എന്ന് പറയുന്നത് അങ്ങോട്ട്. അപ്പോൾ തമ്പ് എങ്ങോട്ടാന്ന് നോക്കിയാൽ മുകളിലേക്കല്ലേ. അപ്പോൾ അത് എ ക്രോസ് ബിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക് വരും. കാര്യം മനസ്സിലായല്ലോ. അതുപോലെ ഇത് ചെയ്ത് നോക്കിയേ, എ അപ്പോൾ ഫിംഗേഴ്സ് എയുടെ ഡയറക്ഷനിൽ, എന്നാൽ ബി അങ്ങോട്ടല്ലേ, അപ്പോൾ പാം അങ്ങോട്ട് വേണം നോക്കാൻ. അപ്പോൾ ദേ കണ്ട, അപ്പോൾ എ അങ്ങോട്ടേക്ക്, എന്നാൽ പാം അങ്ങോട്ടേക്ക്. അപ്പോൾ തമ്പ് എങ്ങോട്ടാണ് വരുന്നത്, ഇൻറ്റു ആണ് വരുന്നത്. സോ സി വിൽ ബി, ഇവിടെ സി എന്ന് പറയുന്നത് ഇൻറ്റു ദ പ്ലെയിൻ എന്ന് വരും. ഓക്കെ, ഇതെല്ലാം സി ആണ്. അതുപോലെ ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, അപ്പോൾ എ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്, താഴോട്ടാണ്, എന്നാൽ ബി എന്ന് പറയുന്നത് അങ്ങോട്ടാണ്. കറക്റ്റ് അല്ലേ. അപ്പോൾ ദേ ഇങ്ങനെ എ എന്ന് പറയുന്നത് താഴോട്ട്, ബി ഇങ്ങോട്ടേക്ക്, അപ്പോൾ സി മുകളിലേക്കാണ് കേട്ടോ. തമ്പ് എന്ന് പറയുന്നത് മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. നമ്മളെന്താ റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഫിംഗേഴ്സ്, നമ്മുടെ ഫിംഗേഴ്സ് എപ്പോഴും ഫസ്റ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും, പാം എപ്പോഴും സെക്കൻഡ് വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ തമ്പ് എങ്ങോട്ടാണോ അതാണ് നമ്മുടെ റിസൾട്ട്. വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അത് എങ്ങനെയാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇങ്ങനെയാണെങ്കിലോ, ലൈക്ക് ഇതാണിപ്പോൾ എ, ഇതാണ് നമ്മുടെ എ, അല്ല ഇതാണ് നമ്മുടെ എ എന്ന് വിചാരിക്കും, ഇതാണ് ബി എന്ന് വിചാരിക്കും. ഇത് നമ്മുടെ എയും ഇത് ബി ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഒന്ന് ക്രോസ് ചെയ്തേ, ചെയ്യാമെന്ന് നോക്കി. ഏറ്റവും സിംപ്ലസ്റ്റ് ആണ് ശരിക്കും ഈ ക്വസ്റ്റ്യന് നോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എയുടെ ഡയറക്ഷനിൽ ഫിംഗേഴ്സ്, അപ്പോൾ 4 ഫിംഗേഴ്സ് എയുടെ ഡയറക്ഷനിൽ പിടിച്ചു. എന്നാൽ പാം എങ്ങോട്ടാ, പാം എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വേണ്ട പാം നോക്കാൻ, അപ്പോൾ അങ്ങോട്ട് തന്നെ അല്ലേ. ബി എന്ന് പറയുന്നത് പാമിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് തന്നെ. അപ്പോൾ സി എങ്ങോട്ടാന്ന് നോക്കിയാൽ സി എന്ന് പറയുന്നത് വെളിയിലേക്കാണ് വരുന്നത്. സോ സി എന്ന് പറയുന്നത് ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്ന് വരും. കാര്യം മനസ്സിലായാലോ. ഇത്രയേ ഉള്ളൂ എന്ത്, റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, സോ ഇപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചല്ലോ. സോ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് ഏത്, റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, സോ ഇനി അടുത്ത ടോപ്പിക്. ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ വെക്ടർ എ യൂണിറ്റ് വെക്ടർ ഫോമുല തന്നേക്കുന്നത് വിചാരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു x1 i ക്യാപ്പ് പ്ലസ് y1 j ക്യാപ്പ് പ്ലസ് z1 k ക്യാപ്പ്. ഓക്കെ, അതുപോലെ വെക്ടർ ബി ഇസ് ഈക്വൽ ടു x2 i ക്യാപ്പ് പ്ലസ് y2 j ക്യാപ്പ് പ്ലസ് z2 k ക്യാപ്പ്. അങ്ങനെ എയും ബി യൂണിറ്റ് വെക്ടർ ഫോം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഫൈൻഡ് എ ക്രോസ് ബി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ആസ് ഡിറ്റർമിനന്റ് മെത്തേഡ്. ഡിറ്റർമിനന്റ് മെത്തേഡ്. ഓക്കെ, ഇത് ശരിക്കും മാത്സിലെ ഒരു മെത്തേഡാണ്. നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്. ഓക്കെ, സോ അതിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ മനസ്സിലായാലും നമുക്ക് എ തന്നിട്ടുണ്ട്, യൂണിറ്റ് വെക്ടർ ഫോമിൽ ബി തന്നിട്ടുണ്ട്, നമുക്ക് എ ക്രോസ് ബി ആണ് വേണ്ടത്. അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനന്റ് വരച്ചാൽ മതി. ഓക്കെ, ഇത് ഇങ്ങനെ, ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു സ്ക്വയർ ഡിറ്റർമിനന്റ് വരയ്ക്കാം. ഓക്കെ, സോ ആദ്യമേ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ആ ഓരോ ക്രോസ് ചെയ്യേണ്ട വെക്ടേഴ്സിൻ്റെ കോർഡിനേറ്റ്, ഐയുടെ കൂടെ വരുന്ന കോർഡിനേറ്റ്സ് അങ്ങ് എഴുതാം. അപ്പോൾ x1 ഇവിടെ x2, അതുപോലെ ജെ ആണെങ്കിൽ ജെയുടെ കൂടെ വരുന്നത് y1ഉം y2യും. ഓക്കെ, കെയുടെ കൂടെ ആണെങ്കിൽ z1ഉം z2ഉം. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എ വെക്ടറും ഇത് ബി വെക്ടറായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ്. ഓക്കെ, ഇനി ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട മെത്തേഡ്, ദാറ്റ് ഈസ് ആദ്യം ഐ ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് ഇൻറ്റു ഈ ഐ ആണ് നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഐൻ്റെ സൈഡിലുള്ളതും അതിൻ്റെ താഴെയുള്ളതും മൈൻഡ് ചെയ്യേണ്ട, ബാക്കിയുള്ളത് ഈ 4 നോക്കുക. ഓക്കെ, അപ്പോൾ ഐ ആണെങ്കിൽ ഇത് നോക്കരുത്. ഓക്കെ, എന്നിട്ട് നമ്മൾ വെട്ടിയിടത്തില്ലേ, നമ്മൾ ക്രോസ് ചെയ്യില്ല, അതുപോലെ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ വെട്ടിയിടുമ്പോൾ ഇത് ഇങ്ങനെയാണ് വെട്ടിയിടാം, കണ്ടോ. അപ്പോൾ ഐ ആണ് നോക്കുന്നത്, അപ്പോൾ അതിൻ്റെ സൈഡിലത്തതും താഴത്തതും നോക്കുന്നില്ല. എന്നിട്ട് അപ്പോൾ മിച്ചമുള്ള 4 നമ്മളിങ്ങനെ വെട്ടിയിടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് y1 ഇൻറ്റു z2 മൈനസ്
Z1 ഇൻറ്റു Y2. ഓക്കെ, സോ എന്ത് വരും? ഐ ക്യാപ്പ് ഇൻറ്റു Y1 ഇൻറ്റു Z2 മൈനസ് Z1 ഇൻറ്റു Y2 എന്ന് വരും. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇത് ഇങ്ങനെ വെട്ടിയിട്ടു. ഇത് മൈൻഡ് ചെയ്യുന്നില്ല, ഇത് മൈൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിയിട്ടു. മനസ്സിലായല്ലോ? ഇനി മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു, ഇനി ജെ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ജെയിൻ്റെ സൈഡിലുള്ളതും ജെയുടെ താഴെയുള്ളതും മൈൻഡ് ചെയ്യണ്ട, ബാക്കി നാലാണ് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളത് ഈ രണ്ടുമാണ്. ഇനി ഇതിനെ വെട്ടിയിടുന്നത് എങ്ങനെയായിരിക്കും? നമ്മളിത് ഇങ്ങനെയല്ലേ വെട്ടിയിടുക, നമ്മൾ ക്രോസ് ചെയ്യില്ലോ, കട്ട് ചെയ്യില്ലോ, അതുപോലെ. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ വെട്ടിയിടുമ്പോൾ x1 ഇൻറ്റു Z2 മൈനസ് Z1 ഇൻറ്റു x2 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ x1 ഇൻറ്റു Z2 മൈനസ് Z1 ഇൻറ്റു x2 എന്ന് വരും. ഓക്കെ, എന്നിട്ട് പ്ലസ് കെ ക്യാപ്പ്. ഇനി നമ്മൾ കെ ക്യാപ്പാണ് നോക്കുന്നത്. അപ്പോൾ കെ ക്യാപ്പ് ആകുമ്പോൾ അതിന് സൈഡിലുള്ളതും അതിന് താഴെയുള്ളതും വേണ്ട. അപ്പം മിച്ചം നാലാണ് നോക്കുക. അപ്പോൾ അതിനകത്ത് വെട്ടിയിടുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെ വെട്ടിയിട്ടു? അപ്പോൾ എന്താന്ന് വരും? x1 ഇൻറ്റു Y2 മൈനസ് Y2 ഇൻറ്റു x2 എന്ന് വരും. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് x1 ഇൻറ്റു Y2 മൈനസ് x2 ഇൻറ്റു y1 എന്ന് വരും. അല്ലെങ്കിൽ y1 ഇൻറ്റു x2, സോറി, y1 ഇൻറ്റു x2 എന്ന് വരും. കാര്യം കത്തിയല്ലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഐന്ന് തുടങ്ങി, പിന്നെ നമ്മൾ മൈനസ് ജെ ആണ്. ഓക്കെ, ഇത് മൈനസ് ജെ ആണെന്ന് ഓർക്കുക. എന്നിട്ട് ഇവിടെ പ്ലസ് കെ ആണ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് മാത്സിലാണ് വരുന്നത്. നമുക്ക് അത്രയൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ കിട്ടിയാൽ മതി. അപ്പോൾ ഐ ആണെങ്കിൽ അതിൻ്റെ താഴത്തെ സൈഡിൽ മൈൻഡ് ചെയ്തില്ല, എന്നിട്ട് ഇങ്ങനെ വെട്ടിയിട്ടു. അപ്പോൾ എങ്ങനെ വരും? y1 ഇൻറ്റു Z2 മൈനസ് Z1 ഇൻറ്റു Y2 എന്ന് വരും. ഓക്കെ, എന്നിട്ട് മൈനസ് ജെ എഴുതിയിട്ട് അതിൻ്റെ താഴെയുള്ള സൈഡിലുള്ള നോക്കുന്നില്ല, എന്നിട്ട് ഇത് വെട്ടിയിടും. അപ്പോൾ x1 ഇൻറ്റു Y2 മൈനസ് Z1 ഇൻറ്റു x2. ക്ലിയർ അല്ലേ? എന്നിട്ട് കെ ആണെങ്കിൽ അതിൻ്റെ സൈഡിലൊന്നും മൈൻഡ് ചെയ്യേണ്ട, അപ്പോൾ ഇങ്ങനെ വെട്ടിയിടും. മനസ്സിലായല്ലോ? അപ്പോൾ x1 ഇൻറ്റു Y2 മൈനസ് y1 ഇൻറ്റു x2 ആണ്. ഇതാണ് നമ്മൾ എന്ത് A ക്രോസ് B എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഇപ്പോൾ വെക്ടർ A ഇസ് ഈക്വൽ ടു 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി B ഇസ് ഈക്വൽ ടു 3i ക്യാപ് മൈനസ് j ക്യാപ് പ്ലസ് 2k ക്യാപ്. ഇങ്ങനെയാണ് തന്നേക്കുന്നത്. നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് A ക്രോസ് B ആൻഡ് ഓൾസോ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B. അപ്പോൾ A ക്രോസ് ബിയും കണ്ടുപിടിക്കണം, എയും ബിയും തമ്മിൽ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, സോ എന്താ ചെയ്യാം? ആദ്യം ഡിറ്റർമിനന്റ് വരയ്ക്കണ്ടേ? സോ ഡിറ്റർമിനന്റ് വരയ്ക്കാം. അപ്പോൾ എന്തൊക്കെ വരും? ആദ്യമേ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇനി അതിന് കൂടെയുള്ള നമ്പേഴ്സ് എല്ലാം എഴുതാം. അപ്പോൾ ആദ്യമേ 2യും പിന്നെ 3യും അല്ലേ? അപ്പോൾ 2, 3. ജെൻ്റെ കൂടെ ഉള്ളത് 3യും -1. അപ്പോൾ 3യും -1. ഇനി 4ൻ്റെ കൂടെ ഉള്ളത് 4ഉം 2യും. അപ്പോൾ 4ഉം 2യും. മനസ്സിലായല്ലോ? ഇനി A ക്രോസ് ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? A ക്രോസ് ബി ഈസ് ഈക്വൽ ടു ആദ്യം ഐ ക്യാപ്പിൽ തുടങ്ങി എന്നിട്ട് ഇങ്ങനെ വെട്ടിയിടുക അല്ലേ? അപ്പം 3 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു -1. ഓക്കെ, ഇനി മൈനസ് ജെ ഇൻറ്റു, ഇപ്പോൾ മൈനസ് ജെ ആണെങ്കിൽ ഇത് മൈൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു 3 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ, ഇനി പ്ലസ് കെ ഇൻറ്റു പ്ലസ് കെ. അപ്പോൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഇത് ഇങ്ങനെ വരും. ശരിയല്ലേ? അപ്പോൾ 2 ഇൻറ്റു -1 മൈനസ് 3 ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്തെടുത്തേ. അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു 6 പ്ലസ് 4 എന്ന് വരത്തില്ലേ? 6 പ്ലസ് 4 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 8 മൈനസ് 12 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു -2 മൈനസ് 9 എന്ന് വരും. -2 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഐ ക്യാപ്പ് പ്ലസ് 8 മൈനസ് 12 എത്രയാണ്? 8 മൈനസ് 12 -4 അല്ലേ? അപ്പോൾ -4 ഇൻറ്റു മൈനസ് ജെ ക്യാപ്പ് കേട്ടോ. ഇവിടെ -4 എന്ന് വരില്ലേ? ആ -4ഉം പിന്നെ മൈനസ് ജെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പോൾ +4 ജെ ക്യാപ്പ് എന്ന് വരും. അപ്പോൾ +4 ജെ ക്യാപ്പ് പ്ലസ് ഇതെന്തുവാ? -2 -7 കൂടി -11 ആണ്. സോ -11 കെ ക്യാപ്പ് എന്ന് വരും. മനസ്സിലായല്ലോ? സോ ഇതാണ് എന്ത് A ക്രോസ് ബി എന്ന് പറയുന്നത്. കത്തിയല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് A ക്രോസ് ബി കിട്ടി. ഇനി നമുക്ക് ആംഗിൾ ആണ് വേണ്ടത്, ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് ബി. ഇതും സ്ഥിരം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സാധാ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് A ക്രോസ് ബി ഈസ് ഈക്വൽ ടു
എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്തുവാ എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് തീറ്റ അല്ലേ വേണ്ടേ, അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 i ക്യാപ്പ് പ്ലസ് 4 j ക്യാപ്പ് മൈനസ് 11 k ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും ഇവിടെ, ഇതല്ലേ എ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തോന്ന് വരും, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇസ് ഈക്വൽ ടു എല്ലാത്തിനും സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് ഇത് 25 എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 29 അല്ലേ വരുന്നത്, റൂട്ട് ഓഫ് 29 എന്ന് വരും, ശരിയല്ലേ. 2 + 9 പ്ലസ് റൂട്ട് ഓഫ് 29 എന്ന് വരും. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എത്ര കിട്ടുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 1 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 14 എന്ന് വരും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കിട്ടിയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ റൂട്ട് ഓഫ് 29 ഇൻറ്റു റൂട്ട് ഓഫ് 14 എന്ന് വരും. ഓക്കെ, സോ ഇത് സോൾവ്. അപ്പോൾ ഇത് സൈൻ തീറ്റേൻ്റെ വാല്യൂ കിട്ടി. ഇതിൽ സൈൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, തീറ്റ എന്ന് കിട്ടും. വേണം അതും കൂടി ജസ്റ്റ് എഴുതിക്കോ. സോ തീറ്റ ഈസ് ഈക്വൽ ടു അപ്പോൾ സൈൻ ഇൻവേഴ്സ് എന്തോന്ന് വരും, ദാറ്റ് ഈസ് 10 i ക്യാപ്പ് പ്ലസ് 4 j ക്യാപ്പ് മൈനസ് 11 k ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 29 ഇൻറ്റു റൂട്ട് ഓഫ് 14. ഓക്കെ, ഇതിനൊരു സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു ആൻസർ വരും. ആ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട, അങ്ങനെ കിടന്നോട്ടെ. ഓപ്ഷന് പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും. കാര്യം മനസ്സിലായാലോ, ക്ലിയർ അല്ലേ. അപ്പോൾ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ. വേണം ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തേ, ഒരു ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു 3 i ക്യാപ്പ് പ്ലസ് 2 j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് ആണ്. ഓക്കെ, പിന്നെ ബി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 2 i ക്യാപ്പ് പ്ലസ് 2 k ക്യാപ്പ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ സെയിം തന്നെ ഫൈൻഡ് എ ക്രോസ് ബി. വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ ഡിറ്റർമിനൻറ്റ് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് വരയ്ക്കാം. സോ i ക്യാപ്പ് j ക്യാപ്പ് k ക്യാപ്പ്, അതിന് കൂടെയുള്ള നമ്പർ 3 പിന്നെ 2. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതേ, ഇവിടെ j ക്യാപ്പ് ഇല്ല കണ്ടോ, ഇവിടെ എന്തില്ല, j ക്യാപ്പ് ഇല്ല കണ്ടോ. j ക്യാപ്പ് ഇവിടെ ഉണ്ട്, ഇവിടെ j ക്യാപ്പ് ഇല്ല. അപ്പോൾ j ക്യാപ്പ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ jയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ അത് 0 ആക്കിയിട്ട് എടുത്താൽ മതി. സോ j എന്ന് തന്നിട്ടില്ലെങ്കിൽ അതിന് 0 j ക്യാപ്പ് എന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ തെറ്റിപ്പോകണ്ട. അപ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ഒരു കോർഡിനേറ്റ് തന്നിട്ടില്ലെങ്കിൽ ഇത് 0 ആണെന്ന് കേട്ടോ. ഓക്കെ, ഇനി കെൻ്റെ വാല്യൂ എന്തോ 1 ഉം 2 ആണ് അല്ലേ. ഇനി സെയിം തന്നെ. അപ്പോൾ i ക്യാപ്പ് ഇൻറ്റു 2 × 2 മൈനസ് 1 × 0 അല്ലേ. അപ്പോൾ 2 × 2 മൈനസ് 1 × 0. ഇനി മൈനസ് j ഇൻറ്റു അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 3 × 2 മൈനസ് 1 × 2 എന്ന് വരും അല്ലേ. അപ്പോൾ 3 × 2 മൈനസ് 1 × 2 എന്ന് വരും. ഇനി പ്ലസ് k ക്യാപ്പ് ഇൻറ്റു അപ്പോൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 3 × 0 മൈനസ് 2 × 2. അപ്പോൾ ദാറ്റ് ഈസ് 3 × 0 മൈനസ് 2 × 2. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു i ക്യാപ്പ് ഇൻറ്റു 4 മൈനസ് 1 അല്ലേ, മൈനസ് j ഇൻറ്റു 6 മൈനസ് 2 എന്ന് വരും അല്ലേ. 6 മൈനസ് 2 പ്ലസ് k ക്യാപ്പ് ഇൻറ്റു ഇത് 0 ആയി പോകുമല്ലോ. അപ്പോൾ ഇത് പോയി. അത് പറഞ്ഞ പോലെ ഇതും 0 ആയി പോകത്തില്ലേ, സോറി ഇത് 0 ആയി പോകത്തില്ല. 1 × 0 0 അല്ലേ, അപ്പോൾ ഇത് 0 ആയി പോകും. അതുപോലെ ഇതും 0 ആയിപ്പോയി. അപ്പോൾ ഇത് പോയി. പിന്നെ മൈനസ് 4 എന്ന് വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 i ക്യാപ്പ്. ഇത് എത്രയും വരും ഇവിടെ, 6 മൈനസ് 2 ഈസ് 4 ആണ്. 4 ഇൻറ്റു മൈനസ് j. അപ്പോൾ മൈനസ് 4j എന്ന് വരും. മൈനസ് 4k എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് എന്ത്, എ ക്രോസ് ബി. ഓക്കെ, PC. ഇനി അടുത്തത്, ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ,
പ്രോപ്പർട്ടീസ് ഓഫ് എ ക്രോസ് ബി. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എടാ ഇപ്പോൾ എ ബി സൈൻ തീറ്റ ആണല്ലോ നമ്മുടെ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇത് മാക്സിമം ആയിരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയ. നമുക്ക് ഈ വാല്യൂ മാക്സിമം ആയിരിക്കണമെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആയാൽ മതി. സൈൻ തീറ്റൻ്റെ മാക്സിമം വാല്യൂ നമുക്കറിയാം, സൈൻ തീറ്റൻ്റെ മാക്സിമം വാല്യൂ ഈസ് +1 ആണ്. ഇനി സൈൻ തീറ്റൻ്റെ വാല്യൂ +1 ആണെങ്കിൽ ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ് 90 ഡിഗ്രി ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് രണ്ട് വെക്ടേഴ്സ് എയും ബിയും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രി, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ അല്ലേ. എയും ബിയും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി മാക്സിമം ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സോ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ മാക്സിമം ആയിരിക്കും. ഓക്കെ, അടുത്തത് 2, അതായത് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇത് പഠിച്ചപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു അല്ലേ. ഇവിടെ ആ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല, റിവേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഇസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. അത് വേണം ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഇത് എ, ഇത് ബി ആണെന്ന് വിചാരിക്കും, ഇത് എ, ഇത് ബി ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ചെയ്തേ. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ താഴോട്ട് വരത്തില്ലേ. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് വരുന്നത്? ഇൻ ടു ദ പ്ലെയിൻ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവസാനം നമുക്ക് എ ക്രോസ് ബിയിൽ ഡയറക്ഷൻ ഇൻടു വരും അല്ലേ. എ ക്രോസ് ബി ഇൻടു ആണ് വരുന്നത്. പക്ഷേ ബി ക്രോസ് എ ചെയ്യുകയാണെങ്കിൽ ബി ക്രോസ് എ ആദ്യമേ ഫസ്റ്റ് വെക്ടർ ബി ആയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് വെക്ടർ ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ക്രോസ് ബി ഇങ്ങനെ വരത്തില്ലേ. അപ്പോൾ പുറത്തേക്കല്ലേ വരുന്നത്, ബി ഇങ്ങനെയും എ ഇങ്ങോട്ടാണ്. അപ്പോൾ ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. സോ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ബി ക്രോസ് എയിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, നേരെ ഓപ്പോസിറ്റ് അല്ലേ നോക്കിയേ. ഇത് എ ക്രോസ് ബിയും ഇത് ബി ക്രോസ് എയും ആണ്. അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് എ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. എ ക്രോസ് ബി താഴോട്ടാണെങ്കിൽ ബി ക്രോസ് എ നമുക്ക് നേരെ മുകളിലോട്ടാണ് കിട്ടിയത്. ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ അതാണ് എഴുതിയത്. ദാറ്റ് ഈസ് എ ക്രോസ് ബിയും ബി ക്രോസ് എയും തമ്മിൽ ഒരു നെഗറ്റീവ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്ന് താഴെ ആണെങ്കിൽ അടുത്തത് മുകളിലായിരിക്കും, ഒന്ന് റൈറ്റ് ആണെങ്കിൽ അടുത്തത് ലെഫ്റ്റ് ആയിരിക്കും. പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമില്ല. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് എ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമില്ല, ജസ്റ്റ് ഡയറക്ഷൻ മാത്രമാണ് ഓപ്പോസിറ്റ് ആയി പോകുന്നത്. ഓക്കെ, സോ ഇതെപ്പോഴും ചോദിക്കുന്നതാണ്, സോ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി നമ്മൾ എന്തോ പഠിച്ചത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലേ. അതുപോലെ ഇവിടെയും വരും. ഫോർ എക്സാമ്പിൾ ഇപ്പം എ ക്രോസ് ബി പ്ലസ് സി ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെയാണ്. സോ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ ആ സീക്വൻസ് മാറിപ്പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇപ്പോൾ ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് കിട്ടും, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി എന്ന് വരത്തില്ലേ, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഓർഡർ മാറിപ്പോകാൻ പാടില്ല. അതായത് എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്, ബി കഴിഞ്ഞിട്ടാണ് സി വരുന്നത്. സോ ആ ഓർഡർ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതിന് എ ക്രോസ് ബി എഴുതിയിട്ട് അവസാനം പ്ലസ് സി ക്രോസ് എ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം സി എന്ന് പറയുന്നത് എ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കണ്ടോ, സി എന്ന് പറയുന്നത് ലാസ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് സി ഒരിക്കലും എക്ക് മുന്നേ വരാൻ പാടില്ല. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ വെക്ടർ ഷുഡ് ബി ഇൻ സെയിം സീക്വൻസ്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, ബട്ട് ഓൺലി ഇൻ സെയിം സീക്വൻസിലേ ഉള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, റിവേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ബട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇസ് ദെയർ വിത്ത് സെയിം സീക്വൻസ്. ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിറ്റ് വെക്ടർ പഠിച്ചിട്ടില്ലേ? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മുടെ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇത് ഐ ക്യാപ്പ്, ഇത് ജെ ക്യാപ്പ്, ഇത് കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഐ ക്രോസ് ഐ എന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഐ ക്രോസ് ഐ എന്ത് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. ഐ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു 1 × 1. മാഗ്നിറ്റ്യൂഡ് ഐൻ്റെ 1 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ 1 × 1 ഐയും ഐ തമ്മിൽ ആംഗിൾ 0 ഡിഗ്രി അല്ലേ. അപ്പോൾ സൈൻ 0 ആണെങ്കിൽ നമുക്കറിയാം അത് 0 ആയി പോകും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സിമിലർലി ജെ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും.
കെ ക്രോസ് കെ ഈസ് ഈക്വൽ എന്തെന്ന് കിട്ടും, അതും 0 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിതിൽ നിന്ന് ഒരു പോയിന്റ് പോലെ എഴുതാം. ദാറ്റ് ഈസ് ഐ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു ജെ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. മനസ്സിലായല്ലോ? നമ്മൾ അവിടെ ഡോട്ടിൽ നേരെ തിരിച്ചായിരുന്നു. അവിടെ സെയിം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 0 ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? ഇനി ഡിഫറെൻ്റ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഐ ക്രോസ് ജെ ആണെങ്കിലോ, അപ്പോൾ ഐ ക്രോസ് ജെ ആണ് നമുക്കറിയാം, ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് 1, ജെയിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി ഐയും ജെയും തമ്മിൽ ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 90 എന്ന് വരും. സൈൻ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അത് 1 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. സിമിലർലി ജെയും കെയും തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും 1 കിട്ടും. പിന്നെ കെയും ഐ തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും 1 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ നേരെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ജെ ക്രോസ് ഐ ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് -1 ആണ് കിട്ടുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് 1 തന്നെ കിട്ടും, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അറിയാലോ. സോ ഇവിടെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ദ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ദാറ്റ് ഈസ് ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ ക്യാപ്പ്. ഡയറക്ഷൻ വൈസ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ മാഗ്നിറ്റ്യൂഡാണ് പറഞ്ഞത്. ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1 ആണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ കാണുമല്ലോ. അപ്പോൾ ഡയറക്ഷൻ അതിൻ്റെ കെയുടെ ഡയറക്ഷൻ ആയിരിക്കുമെന്ന്. അത് ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കെയുടെ ഡയറക്ഷൻ കിട്ടുന്നില്ലെന്ന് നോക്കി. ഇതാണ് നമ്മുടെ ഐ, ഇതാണ് നമ്മുടെ ജെ. അപ്പോൾ കെ അങ്ങോട്ടാണ് വരുന്നത്, മുകളിലോട്ടല്ലേ. മുകളിലോട്ട് എന്ന് പറയുമ്പോൾ +z ആക്സിസ് ആണ്, അകത്തോട്ടാണ് -z ആക്സിസ് വരുന്നത്. അപ്പോൾ മുകളിലോട്ട് +k എന്ന് വരും. അപ്പോൾ ഇത് +k എന്ന് വരും. ഓക്കെ, അതുപോലെ ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ്, ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് എന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ ജെയും കെയും കൂടി ക്രോസ് ചെയ്യുമ്പോൾ ഐ ക്യാപ്പ് അല്ലേ കിട്ടുന്നത് നോക്കിയേ. ജെ ഫിംഗേഴ്സ് നമ്മുടെ ജെയുടെ ഡയറക്ഷനിൽ, കെയുടെ ഡയറക്ഷൻ നമ്മുടെ പാമ്പ്. അപ്പോൾ തമ്പ് നമ്മുടെ ഐ ഡയറക്ഷനിലേക്കാണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് എന്ന് വരും. അതുപോലെ കെ ക്യാപ്പും ഐ ക്യാപ്പ് കൂടി ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ജെ ക്യാപ്പ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഐ കെയുടെ ഡയറക്ഷൻ നമ്മുടെ ഫിംഗേഴ്സ്, പിന്നെ അങ്ങോട്ടല്ലേ ഐയുടെ ഡയറക്ഷൻ നമ്മുടെ പാമ്പ്. അപ്പോൾ തമ്പ് എങ്ങോട്ടായിരിക്കും? ജെയിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, സോ ഇതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കെയുടെ ഡയറക്ഷന്, ജെയും കെയും തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഐൻ്റെ ഡയറക്ഷന്, കെയും ഐയും തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ജെയിൻ്റെ ഡയറക്ഷന്. അത് പഠിക്കാനായിട്ട് വേണം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഐയും ജെയും കെയും, എന്നിട്ട് ഇതിങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ദാറ്റ് ഈസ് നമ്മൾ ഐയും ജെയും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തോന്ന് കിട്ടും? കെ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ കിട്ടും. ജെ ക്യാപ്പും കെ ക്യാപ്പും കൂടിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഐ ക്യാപ്പ് കിട്ടും. കണ്ട, ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഈ സർക്കിൾ പോകുന്നത്. അപ്പോൾ ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്ത കെ ക്യാപ്പ് കിട്ടും, ജെയും കെ തമ്മിൽ ക്രോസ് ചെയ്ത ഐ ക്യാപ്പ് കിട്ടും, കെയും ഐ ക്യാപ്പ് ക്രോസ് ചെയ്ത ജെ ക്യാപ്പ് കിട്ടും. പക്ഷേ ഇതിൻ്റെ റിവേഴ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ജെ ക്രോസ് കെ ആണ് ജെ ക്രോസ് ഐ ക്യാപ്പ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ജെ ക്രോസ് ഐ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നേരെ റിവേഴ്സ് ആയി പോകത്തില്ലെന്ന് നോക്കിയാൽ. അപ്പം ജെ ക്രോസ് ഐ ആണ്. അപ്പോൾ ആരോ നേരെ തിരിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ -ഐ ക്യാപ്പ് ആയിരിക്കും. അപ്പം -k ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, സോറി, -k ക്യാപ്പ്. കാര്യം മനസ്സിലായല്ലോ? കാരണം നേരെ റിവേഴ്സ് ആണ്. അപ്പം ജെ ക്രോസ് ഐ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു പോയി. അപ്പോൾ അവിടെ -k ആയിരിക്കും കിട്ടുന്നത്. സിമിലർലി ഫോർ എക്സാമ്പിൾ ഇപ്പം ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ആണെങ്കിൽ, അപ്പോൾ ഇപ്പം ഐയും കെയും ആണ് ക്രോസ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിപ്പോൾ, നേരെ ഓപ്പോസിറ്റ് ആയിപ്പോൾ. അപ്പോൾ ഐയും ജെയും കെയും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ -j ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ കെ ഐ ആണെങ്കിൽ പോസിറ്റീവ് ജെയും, അപ്പോൾ ഐയും കെ ആണെങ്കിൽ -j ആണ്, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ -j എന്ന് പറയും. കാര്യം മനസ്സിലായല്ലോ? സോ ഈ ഒരു സർക്കിൾ ഓർത്ത് വെച്ചാൽ മതി. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത പ്രോപ്പർട്ടി, 6th പ്രോപ്പർട്ടി, that is
ഒരു വെക്ടറിനെ അതിൻ്റെതായ സെയിം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 വെക്ടറാണ് കിട്ടുന്നത്. ഇഫ് a vector is crossed with itself we get a zero vector അല്ലെങ്കിൽ അതിനെ null vector എന്ന് പറയും. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായി. ഇപ്പോൾ ഐയും ഐ തമ്മിൽ ക്രോസ് ചെയ്താൽ നമുക്ക് എന്തോന്ന് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇത് 0 വെക്ടർ അല്ലേ? കാരണം നമുക്കറിയാം വെക്ടറാണ് കിട്ടുന്നത് അല്ലേ, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ സിമിലർലി അതുപോലെ ഏതൊരു വെക്ടറും ഇപ്പം എയും തമ്മിൽ ക്രോസ് ചെയ്താൽ യൂണിറ്റ് വെക്ടർ അല്ല, എയും തമ്മിൽ ക്രോസ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ എന്തായിരിക്കും? ഒരു 0 വെക്ടർ അല്ലെങ്കിൽ നൽ വെക്ടർ ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പ്രോപ്പർട്ടി. നമ്മളിപ്പോൾ എയും ബി തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സി ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ സി എന്ന് പറഞ്ഞാൽ, ഈ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സി എയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, ബിയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് സി വിൽ ബി perpendicular to A and also C will be perpendicular to B. അതായത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്ടർ ഉണ്ടല്ലോ, ആ റിസൾട്ടൻറ്റ് വെക്ടർ ആദ്യത്തെ രണ്ട് വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, പാം റൂൾ വെച്ചിട്ട് കുറേ ക്രോസ് ചെയ്തല്ലോ. അപ്പോൾ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി, അത് ആദ്യത്തെ രണ്ട് വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് എ ബി അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഏത് ആംഗിൾ വേണേ ആവാം, എയും ബി തമ്മിൽ ഏത് ആംഗിൾ വേണേലും ആവാം. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ഈ സി എന്ന് പറയുന്നത് എപ്പോഴും എയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, ബിയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നിർബന്ധമാണ്. കാര്യം മനസ്സിലായോ? ഇതാണ് എന്ത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. magnitude of A cross B is equal to √3 into magnitude of A dot B. Then find the angle between A and B. Okay. So നമുക്കറിയാം A cross B ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തുവാ? എ ബി സൈൻ തീറ്റ അല്ലേ? അപ്പോൾ എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു എ ഡോട്ട് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം, അത് എ ബി കോസ് തീറ്റ അല്ലേ? അപ്പോൾ എ ബി കോസ് തീറ്റ എന്ന് വരും അല്ലേ? ഇനി എ ക്യാൻസൽ ആയിപ്പോയി, ബി ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു √3 കോസ് തീറ്റ എന്ന് വരും അല്ലേ? പിന്നെ തീറ്റ അപ്പോൾ ഈ കോസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരത്തില്ല. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്കറിയാം ടാൻ തീറ്റയാണ്. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √3 എന്ന് വരും. ടാൻ തീറ്റ √3 ആണെങ്കിൽ തീറ്റ എത്രയാണ്? തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ π/3. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ, 60 ഡിഗ്രി. മനസ്സിലായല്ലോ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ജെയിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു പാർട്ടികളുടെ ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ടോർക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ റൊട്ടേഷൻ മോഷൻ പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞുതരാം. ശരിക്കും റൊട്ടേഷൻ്റെ ക്വസ്റ്റൻ ആണ്, പക്ഷെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മതി. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ, ടോർക്കാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. അതിൽ ആർ ക്രോസ് എഫ് കണ്ടുപിടിച്ചാൽ മതി. ആർ എന്തോ ആർ പൊസിഷൻ വെക്ടർ ആണ്, എഫ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെയിം തന്നെ നമ്മൾ ഡിറ്റർമിനൻ്റ് വരയ്ക്കത്തില്ല, അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, സോ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഓക്കെ, പൊസിഷൻ വെക്ടർ ഒറിജിനിൽ നിന്നാണ്, അതുകൊണ്ട് അതെടുത്താൽ മതി. സോ എന്തുവാ? ദാറ്റ് ഈസ് 2, പിന്നെ 2, 1 ആണ് അല്ലേ? ഫോഴ്സിൻ്റെത് 5, 3 -7. ഓക്കെ, ക്രോസ് ചെയ്ത് അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു അപ്പോൾ ഇതേ മൈനസ് ഇതല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു -7 മൈനസ് 1 ഇൻറ്റു 3 അല്ലേ? മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു അപ്പോൾ എന്തോന്ന് വരും? ദാറ്റ് ഈസ് 2 ഇൻറ്റു -7 മൈനസ് 1 ഇൻറ്റു 5 എന്ന് വരും അല്ലേ? പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 2 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 5 ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു -14 -3 എന്ന് വരത്തില്ല, -14 -3 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു -14 -5 അല്ലേ? പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 6 -10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -17 ഐ ക്യാപ്പ്. പിന്നെ ഇത് എത്രയെന്ന് കിട്ടും? ഇത് -19 അല്ലേ കിട്ടുന്നത്? -19 ഇൻറ്റു -j പ്ലസ് ആവും അല്ലേ? അപ്പോൾ +19 ജെ ക്യാപ്പ് എന്ന് വരും. പിന്നെ
ഇത് -4 അല്ലേ, അപ്പോൾ -4 കെ ക്യാപ്പ് എന്ന് വരും. ഇതാണ് എന്ത് എ ക്രോസ് ബി. സോ ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ ചെയ്താൽ -17 19 -4 അല്ലേ, +19 അല്ലേ. ഓപ്ഷൻ സി കിട്ടത്തില്ല. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. -17 +19 -4 കെ ക്യാപ്പ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ജെയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ഈസി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, a vector A points vertically upwards and B points towards north, ഇതെന്താ പ്രോഡക്റ്റ് A ക്രോസ് B. അപ്പോൾ ഇതിനകത്ത് A ക്രോസ് B ആ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? A വെക്ടർ വെർട്ടിക്കലി അപ്വേർഡ്സ്, അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ്സ്. ഓക്കെ, ഇനി B എന്ന് പറയുന്നത് നോർത്തിലേക്കാണ്, അപ്പോൾ എൻ്റെ നോർത്ത് ഇപ്പോൾ അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് വെർട്ടിക്കലി അപ്വേർഡ്സ്, പിന്നെ പാം എങ്ങോട്ടായിരിക്കും? നോർത്തിൻ്റെ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യണം അല്ലേ. അപ്പോൾ നോർത്ത് അങ്ങോട്ടാണെങ്കിൽ ഫേസ് അങ്ങോട്ട് പാം ഫേസ് ചെയ്യാം. അപ്പോൾ തമ്പ് എങ്ങോട്ടാന്ന് നോക്കി, ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആയിരിക്കും. അപ്പോൾ ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് അല്ലേ. അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ്സ്, പാം അങ്ങോട്ട്, അപ്പോൾ തമ്പ് ഇങ്ങോട്ടല്ലേ. ഇത് ഏത് ഡയറക്ഷൻ? അത് നോർത്ത് ആണെങ്കിൽ ഇത് വെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ A ക്രോസ് B നമുക്ക് വെസ്റ്റ് ആണ് കിട്ടുന്നത്. സോ അലോങ് വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ അത് ക്രോസ് ചെയ്യാൻ അറിയാം. അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ്സ് ഫിംഗേഴ്സ് നോർത്ത് അങ്ങോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ നോർത്ത് വേറെ ആയിരിക്കും, നോക്കിയാൽ മതി. അപ്പോൾ നോർത്ത് അങ്ങോട്ടാണ്, അപ്പോൾ പാമ്പ് നോർത്തിലേക്ക് ഫേസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തമ്പ് വെസ്റ്റിലേക്കാണ്, അങ്ങോട്ടേക്കാണ്. സോ അലോങ് ദി വെസ്റ്റ് എന്ന് പറയും. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. അടുത്തത്, if A cross B is equal to C, then which of the following statement is wrong? ഓക്കെ, C പെർപെൻഡിക്കുലർ ടു A, ഇത് കറക്റ്റ് അല്ലേ അല്ലേ. സി എന്ന് പറയുന്നത് എയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, ബിയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. C is perpendicular to B, അത് കറക്റ്റാണ്. ഇനി C perpendicular to A plus B, അത് കറക്റ്റാണോ? അതും കറക്റ്റാണ്. കാരണം നമുക്കറിയാം A plus B എന്ന് പറയുന്നത് അതേ പ്ലെയിനിൽ തന്നെ കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതാണ് നമ്മുടെ A എന്നിരിക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ B എന്നിരിക്കട്ടെ. സോ ഇതാണ് A, B വേണം നേരെ വരയ്ക്കാം അല്ലേ. ഇതാണ് നമ്മുടെ B എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ A plus B എന്ന് പറഞ്ഞാൽ എന്തുവാ? A plus B എന്ന് പറയുമ്പോൾ ഇതല്ലേ ഇതിൻ്റെ A plus B. ഓക്കെ, ഇതല്ലേ A plus B, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പക്ഷേ A ക്രോസ് B അങ്ങോട്ടാണ്. അപ്പോൾ A ക്രോസ് B എന്ന് പറയുമ്പോൾ A അങ്ങോട്ടേക്ക്, B അങ്ങോട്ടേക്ക്. അപ്പോൾ തമ്പ് നേരെ മുകളിലേക്കല്ലേ വരുന്നത്. സോ ഇതിൻ്റെ A ക്രോസ് B എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, ഔട്ട് ഓഫ് ദ പ്ലെയിനാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ, ഔട്ട് ഓഫ് ദ പ്ലെയിനാണ് വരുന്നത്. സോ നോക്കിയാൽ ആ A ക്രോസ് B എന്ന് പറയുന്നത് A പ്ലസ് ബിയുമായിട്ട് പെർപെൻഡിക്കുലർ അല്ലേ. കാരണം എയും ബിയുടെ അതേ പ്ലെയിനിലാണ് A പ്ലസ് ബി എന്ന് വരുന്നത് അല്ലേ. പക്ഷേ A ക്രോസ് B എന്ന് പറയുന്ന ആ മുഴുവൻ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, നേരെ വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. സോ A പ്ലസ് ബിയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അതും കറക്റ്റാണ്. സോ ആകെ തെറ്റുന്നത് എന്തുവാ? A ക്രോസ് ബിയുമായിട്ട് പെർപെൻഡിക്കുലർ ആണോ സി? അല്ല, A ക്രോസ് ബി തന്നെയാണ് സി. അപ്പോൾ A ക്രോസ് ബിയും സിയും പാരലൽ ആയിരിക്കും, കാരണം A ക്രോസ് ബി തന്നെ അല്ലടാ സി. അപ്പോൾ A ക്രോസ് ബിൻ്റെ ഡയറക്ഷൻ എന്താണോ സിൻ്റെ ഡയറക്ഷൻ അത് തന്നെ ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ അല്ലല്ലോ, പാരലൽ അല്ലേ വരേണ്ടത്. സോ ഇത് തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ, ദാറ്റ് ഈസ് A C പെർപെൻഡിക്കുലർ ടു A ക്രോസ് ബി, അതാണ് തെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, if two vectors A and B and A cross B is equal to 0, then vectors A are perpendicular to each other, they are parallel to each other, they act at 60 degree, they act at 30 degree. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി അല്ലേ ആൻസർ അല്ലേ. സൈൻ തീറ്റ 0 ആണെങ്കിൽ പാരലൽ ആണെങ്കിൽ 0 ആയിപ്പോകും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ആൻസർ. ഓക്കെ, സോ നമ്മൾ ക്രോസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളതിനെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൈറ്റ് ഹാൻഡ് പാം റൂൾ നമ്മൾ പഠിച്ചു. പിന്നെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിച്ചു. സോ ഓൾമോസ്റ്റ് നമ്മുടെ വെക്ടർ ചാപ്റ്റർ ഇവിടെ കൊണ്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് 1 ഡയമെൻഷൻ മോഷൻ, ഇനി നമ്മൾ മെക്കാനിക്സിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ 1 ഡയമെൻഷൻ മോഷൻ നോക്കാം. ഓക്കെ, സോ താങ്ക് യു.